എടപ്പാളിലാണ് ആയുർ ഗ്രീൻ എന്ന് പറയുന്ന ഒരു ആശുപത്രിയുടെ ക്യാൻറ്റീനിൽ വന്ന് ചായ കുടിച്ചിട്ട് പോകുന്ന അർജുൻ ആയങ്കിയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ മുബഷിർ, ഇത് 5-ാം തീയതി സംഭവിച്ചാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ 8-ാം തീയതിയാണ്. ഇന്നലെ 7-ാം തീയതി തൃശ്ശൂരിൽ അർജുൻ ആയങ്കി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അർജുൻ്റെ സഹോദരനെ പിടികൂടിയിട്ടുണ്ട്. പല ജില്ലകളിൽ നിന്നായി കൂട്ടാളികളെ പിടികൂടുന്നു. അർജുനും പോലീസും തമ്മിലുള്ളൊരു കള്ളനും പോലീസും കളി തുടരുകയാണ്. അർജുൻ ആയങ്കി ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ നിരന്തരം പോസ്റ്റുകൾ ഇടുന്നു. ആഭ്യന്തരമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും കേരള പോലീസിനെയും എല്ലാം കളിയാക്കുന്നു, അവരെ വെല്ലുവിളിക്കുന്നു. പക്ഷേ ഇതുവരെ ആയങ്കിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. അർജുൻ ഇപ്പോൾ ഈ വടക്കൻ ജില്ലകളിൽ തന്നെ ഉണ്ട് എന്നാണോ പോലീസ്? നമുക്ക് ലഭിക്കുന്നത്. അതിനിടയിലാണ് ഏറ്റവും നിർണായക ദൃശ്യങ്ങൾ ഇന്നിപ്പോൾ റിപ്പോർട്ടർ TV പുറത്തുവിട്ടത്. സംസ്ഥാനത്തിനകത്തും പുറത്തും അർജുൻ ആയങ്കിക്ക് വേണ്ടി വലവിരിച്ച് പോലീസ് ഊർജിതമായിട്ടുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട്, പരിശോധനകൾ നടത്തുന്നുണ്ട്. അതിനിടയിൽ അർജുൻ ആയങ്കി വളരെ നിസ്സാരമായി സിമ്പിളായി മലപ്പുറം ജില്ലയിലെ എടപ്പാളിലെ സംസ്ഥാന പാതയിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സംസ്ഥാന പാതയോരത്ത് പ്രവർത്തിക്കുന്ന ആയുർ ഗ്രീൻ ആയുർവേദ ആശുപത്രി എന്ന് പറയുന്ന സ്ഥാപനത്തിനുള്ളിലെ ഒരു കഫേയിലേക്ക് കഴിഞ്ഞ 5-ാം തീയതി എത്തി. ആ കഫേയിലെത്തി അവിടെ നിന്നും കോഫി കുടിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളോടൊപ്പമാണ് കഫേയിലുണ്ടായിരുന്നത്. 1 മണിക്കൂർ അവിടെ ചെലവഴിച്ചതിന് ശേഷം ഒരു നീല സ്വിഫ്റ്റ് കാറിൽ, പൊന്നാനി രജിസ്ട്രേഷൻ നമ്പറിലുള്ള ഒരു നീല സ്വിഫ്റ്റ് കാറിൽ അവിടെ നിന്നും മടങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV പുറത്തുവിടുന്നത്. ഒരു ഭാഗത്തെ വലിയ പ്രചാരണമുണ്ട്. ഈ ആയുർ ഗ്രീൻ ആശുപത്രിയിൽ ഈ അർജുൻ ആയങ്കിയും കൂട്ടാളികളും കഴിഞ്ഞ 2 ദിവസം താമസിച്ചിരുന്നു എന്നുള്ളത്. അക്കാര്യത്തിൽ ആദ്യഘട്ടത്തിലൊരു ദുരൂഹതയുണ്ടായിരുന്നു. കാരണം പോലീസിന്റെ ശക്തമായുള്ള തെരച്ചിൽ നടക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് ഇയാൾക്ക് ഇങ്ങനെ താമസിക്കാൻ സാധിച്ചതെന്ന്. പക്ഷേ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആയുർ ഗ്രീൻ ആശുപത്രി അധികൃതർ വിശദീകരിക്കുന്നുണ്ട്. ആശുപത്രിയുടെ ഓപ്പറേഷൻസ് മാനേജറായുള്ള ജിയാസ് പറയുന്നത്, കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇത് അർജുൻ ആയങ്കിയാണെന്ന് തങ്ങൾ മനസ്സിലാക്കുന്നത്. ആശുപത്രിയുടെ ഒരു സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റും അതിന്റെ കഫേയും. പബ്ലിക്കിന് അങ്ങോട്ടേക്ക് കടന്നു വരാം, ചായ കുടിക്കാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട്, ആളുകൾ മടങ്ങിപ്പോകാറുണ്ട്. അത്തരത്തിൽ അർജുൻ ആയങ്കിയും വന്നിട്ടുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ 1 മണിക്കൂറാണ് അവർ സ്പെൻഡ് ചെയ്തത് മനസ്സിലാക്കുന്നു. താമസിച്ചിട്ടില്ല. അങ്ങനെ താമസിക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനമല്ല അവിടെയുള്ളത് എന്നുള്ളതാണ് ഈ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ നിലവിൽ അർജുൻ ആയങ്കിയുടെ വാഹനം അത് സ്പോട്ട് ചെയ്തിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. അത്തരമൊരു വിവരം കൂടി ഔദ്യോഗികമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനിടയിൽ കൂടിയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. അവിടെ നിന്നും കോഫി കുടിച്ച് അർജുൻ ആയങ്കി നീല സ്വിഫ്റ്റ് കാറിൽ മടങ്ങുന്ന ദൃശ്യങ്ങൾ. ഈ വാഹനം പോയിട്ടുള്ളത് തൃശ്ശൂർ ഭാഗത്തേക്കാണ്. തൃശ്ശൂരിൽ നിന്നും മറ്റൊരു വാഹനത്തിൽ അർജുൻ ആയങ്കി മാറിക്കയറിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിനിടയിൽ വടക്കൻ കേരളത്തിലെ തന്നെ ചില സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ സഹായം അർജുൻ ആയങ്കിക്ക് ഒളിവിൽ പോകുന്നതിന് വേണ്ടി ലഭിച്ചു എന്ന പ്രധാനപ്പെട്ട വിവരം കൂടി നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. നേരത്തെ പല സ്വർണ്ണക്കടത്ത് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അർജുൻ ആയങ്കിക്കെതിരെ ആരോപണമുണ്ടായിരുന്നു, പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങളുടെ സഹായം ഒളിവിൽ പോകുന്ന ഓരോ സ്ഥലങ്ങൾ വെച്ച് ഇയാൾക്ക് ലഭിക്കുന്ന നിലവിൽ മലപ്പുറം ജില്ലയിൽ ഇയാളെ സഹായിച്ചതുമായി ബന്ധപ്പെട്ട് 3 പേരെ ചങ്ങരംകുളം പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു കഴിഞ്ഞു. ഇവർ അർജുൻ ആയങ്കിയുടെ സോഷ്യൽ മീഡിയ ഫ്രണ്ട്സ് ആണെന്നുള്ളതാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. കേവലം സോഷ്യൽ മീഡിയ ഫ്രണ്ട്സ് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ പല സാമ്പത്തികമായിട്ടുള്ള അനധികൃതമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ദുരൂഹതയേറിയ ബന്ധങ്ങൾ തന്നെ ഇയാളെ പല മേഖലകളിൽ സംരക്ഷിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട് എന്ന വിവരം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ മുക്കിൻ തുമ്പിൽ നിന്ന് വരെ അർജുൻ ആയങ്കി രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഈ CCTV ദൃശ്യങ്ങൾ തന്നെ തെളിയിക്കുന്നത്. മലപ്പുറം ജില്ലയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇവിടെ 1-ലധികം ദിവസം ഇയാൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഈ ദൃശ്യങ്ങൾ അടിവരയിടുന്നു. ശരി മുബഷിർ, അപ്പോൾ അർജുൻ ആയങ്കിക്കായുള്ള നെട്ടോട്ടം കേരള പോലീസ് തുടരുകയാണ്. ഒളിവിൽ കഴിയുന്ന ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കിക്കായി വലവിരിക്കുന്നു പോലീസ്. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. അർജുൻ ആയങ്കിയുമായി ബന്ധമുള്ളവരെ കരുതൽ തടങ്കലിലാക്കും. പാർട്ടി ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആയങ്കിയുടെ യാത്രയെന്നാണ് വിവരം. അർജുൻ ആയങ്കി കോഴിക്കോട് എത്തിയെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് വ്യാപക പരിശോധന നടത്തുകയാണ്. ആയങ്കിയുടെ സുഹൃത്തുക്കളെ തിരുവനന്തപുരം, കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒളിവിൽ താമസിക്കാൻ സഹായിച്ച 4 പേർ ചങ്ങരംകുളത്ത് നിന്ന് പിടിയിലായിട്ടുണ്ട്.